സൂറത്തുൽ ബഖറ 178 സൂക്തം. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് പ്രതിക്രിയ നിയമത്തെ സംബന്ധിച്ചാണ്. അഥവാ ആരെങ്കിലും ഒരാൾ മറ്റൊരാളെ കൊന്നുകഴിഞ്ഞാൽ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബക്കാർക്ക് കൊന്ന വ്യക്തിയോട് പ്രതിക്രിയ ചെയ്യൽ ഇസ്ലാം അനുവദിക്കുന്നു. ഇവിടെ ഇസ്ലാമിന്റെ കണ്ണിച്ചോരയില്ലാത്ത ഒരു നിയമമായി പലരും ഇതിനെ ദുർവ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഖുർആൻ മറ്റൊരിടത്ത് തന്നെ പറയുന്നുണ്ട്, ഈ പ്രതിക്രിയയിലൂടെ അല്ലാഹു തആല കൊല്ല ചെയ്യപ്പെട്ടവരെ അവരുടെ ബന്ധുക്കൾ കൊന്നവനെ തിരിച്ചു കൊല്ലുന്നതിലൂടെ ഒരു വലിയ ജീവിതം മുന്നോട്ട് വയ്ക്കുന്നു എന്നാണ്. അഥവാ ഇത് കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് കൊല അധികരിപ്പിക്കുക അല്ലെങ്കിൽ മറ്റൊരാളെ കൊല്ലുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവുന്നതല്ല. അക്രമിയെ എപ്പോഴും വാഴിക്കുമ്പോഴും അവനെ വെറുതെ വിടുമ്പോഴുമാണ് ലോകത്ത് അക്രമങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുക. ഇവിടെ വളരെ വ്യക്തമായി ഖുർആൻ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളിൽ സ്വതന്ത്രനാണ് കൊല്ലപ്പെട്ടതെങ്കിൽ കൃത്യമായി സ്വതന്ത്രൻ തന്നെ കൊല്ലപ്പെടട്ടെ. അടിമയാണ് എങ്കിൽ അടിമ കൊല്ലപ്പെടട്ടെ. സ്ത്രീയാണെങ്കിൽ സ്ത്രീ കൊല്ലപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ കീഴ്ജാതിക്കാർ മേൽ ജാതിക്കാരെ ആരെങ്കിലും കൊന്നുകഴിഞ്ഞാൽ അത് സ്ത്രീയാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ ഇവിടെ സ്ത്രീയുടെ ഭർത്താവ് കൊല്ലപ്പെടുന്നു. കീഴ്ജാതിക്കാരിൽ ഏതെങ്കിലും ഒരു വ്യക്തി മേൽജാതിക്കാരിലെ ദുർബലരെയാണ് കൊന്നതെങ്കിൽ ഈ മേൽജാതിക്കാർ കീഴ്ജാതിക്കാരിൽപ്പെട്ട ഏറ്റവും ശക്തരായ ആളുകളെ കൊല്ലുന്നു. ഇങ്ങനെ യാതൊരുവിധ നിയമവും യാതൊരുവിധ നീതിയുമില്ലാത്തൊരു കാലഘട്ടത്തിൽ വളരെ വ്യക്തമായ ഖുർആന്റെ ഭാഷ അള്ളാഹു പറഞ്ഞു, കണ്ണിന് കണ്ണാണ്, കാതിന് കാതാണ്, കൈക്ക് കൈക്കാണ്. ഇത് പറഞ്ഞ ഖുർആൻ തന്നെ ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ട്, കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് വിട്ടുവീഴ്ച കിട്ടിയാൽ കൊല്ലപ്പെടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായ ഏതെങ്കിലും നിലയിലുള്ള ഒരു സഹായം അവർ തന്നുകൊണ്ട് ആ കൊല്ലപ്പെട്ടവർക്ക് കൊടുത്തുകൊണ്ട് അതിന് പരിഹാരം കാണുന്നുണ്ട് എങ്കിൽ അതും അംഗീകരിക്കപ്പെടേണ്ടതാണ്. വളരെ വ്യക്തമായി ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. പകരം നിങ്ങൾ ഒരിക്കലും അക്രമം ചെയ്യാൻ പാടില്ല. പൈസ വാങ്ങിക്കൊണ്ട് വീണ്ടും അവരെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ അവർക്ക് മാപ്പ് കൊടുത്തതിന് ശേഷം വീണ്ടും ഉപദ്രവിക്കുക, അല്ലെങ്കിൽ അവർ നമ്മെ ഉപദ്രവിച്ചതിന്റെ ഇരട്ടിയായി അവർ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ അവർ കൊന്നതിന് പകരം ഒന്നിലധികം ആളുകളെ കൊല്ലുക. ഇതെല്ലാം ഇസ്ലാം വളരെ ശക്തമായി നിരോധിച്ച കാര്യമാണ്.